ഞാനിപ്പോൾ 4-6 വർഷമാണ് ടെക്നോ പാർക്കിൻ്റെ ചാർജിൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഈ 6 വർഷം കൊണ്ട് സീരിയസ് ആകുന്ന പ്രശ്നമില്ലാത്ത രീതിയിലാണ് സിഒമാർ ഫംഗ്ഷൻ ചെയ്തതെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. ശ്രീ ഗിരീഷ് ബാബുവിനെ കുറിച്ച് 2-3 വാക്കുകൂടെ പറയുകയാണ്. അദ്ദേഹം 2 ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും എൻ്റെ കൂടെ സിഇഒ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇൻഫോ പാർക്കിൽ 2004-5-6 കാലത്തും ഇപ്പോൾ ഇവിടെ 4 വർഷമായിട്ട് ഇത് അദ്ദേഹം എല്ലാ പരിപാടിയും ഏറ്റവും നല്ലതായിട്ട് ചെയ്യണം. എനിക്ക് നല്ലതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെയ്ത് കഴിയുമ്പോൾ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഇല്ലെങ്കിൽ പക്ഷേ പൈസ ചിലവ് വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പിടിവരും. ഞാൻ പുള്ളിയെ പല പ്രാവശ്യം പൈസയ്ക്ക് ചവിട്ടി പിടിച്ചിട്ടുണ്ട് ഈ ബോർഡിൽ. അത് പക്ഷേ പുള്ളി അതിനൊക്കെ ഒരു തന്മയത്വത്തോടെ തീർത്തുകൊണ്ട് ഏറ്റവും ഫൈനസ്റ്റായിട്ട് എസ്പെഷ്യലി കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ചെയ്ത് തീർക്കുന്ന ഒരു ആളാണ്. അത് എനിക്കെപ്പോഴും അപ്രീസിയേഷനൊക്കെ ഉണ്ട്. പക്ഷേ കാശിൻ്റെ കാര്യം വരുമ്പം ഞാനൊരു കാശ് ചെലവാക്കുന്നതിന് ഇത്തിരി മടിയുള്ള ആളാണ്. പുള്ളിക്കറിയാം, ഇവിടെയുള്ള മറ്റു എഡ്യൂക്കേഷനൊക്കെ അറിയാം. എല്ലാത്തിനും ഞങ്ങൾ 2 പ്രാവശ്യം നോക്കും. അങ്ങനെ പുള്ളിയെ ഞാൻ പല പ്രാവശ്യവും അതുപോലെ ചവിട്ടി പിടിച്ച് 2ാമത് നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതിന് നല്ലതായിട്ട് ഇത് തീർന്നു കഴിയുമ്പോൾ വളരെ സന്തോഷമാണ്. നമുക്ക് നല്ല സന്തോഷമാണ്. ആ ഒരു സന്തോഷത്തിൻ്റെ അവസരം പുള്ളിക്കാർക്ക് നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. എല്ലാ പ്രൊജക്റ്റും നല്ലതാണ്. ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ വളരെ ലിബറലായിട്ട് ഇടപെടും. എൻ്റെ അടുത്ത് വന്ന് ഫൈറ്റ് ചെയ്ത ഒത്തിരി കാര്യങ്ങൾ പുള്ളി നാട്ടിലെ കാര്യത്തിൽ വിചാരിച്ചുകൊണ്ട് ചെയ്യും. തെറ്റിയാർ തോടിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു ദിവസം പിള്ളേർക്ക് ഈ തോടിങ്ങനെ കിടക്കാൻ ഞാൻ കളക്ടറെ വിളിച്ച് പറഞ്ഞില്ല, ഇവിടെ വന്ന് ഞാൻ പറഞ്ഞ കാശും ഒരു പ്രശ്നമല്ല. അതായത് കാശും മുടക്കിയതൊക്കെ ഇതൊന്നും നമുക്ക് ഒരു കണക്കിന് പറഞ്ഞാൽ വല്ലപ്പോഴും ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് വലിയ മനപ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. അതിനകത്ത് ടെക്നോ പാർക്കിൻ്റെ നെറ്റ് വരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 40 കോടിയുണ്ട്. പക്ഷേ കടമുള്ള കാരണം മാത്രമാണ് നമുക്കത് ബുദ്ധിമുട്ടുക. അല്ലെങ്കിൽ ഇഷ്ടം പോലെയുള്ള വരുമാനം നിൽക്കുന്നത്. ഇവിടെയും ഗിരീഷ് ബാബും ഞാനും തമ്മിൽ പറ്റില്ല. കാരണം ഇന്ന് പുള്ളി പറയുന്നത് പുള്ളിയുടെയും ഞാനും തമ്മിലുള്ള വ്യത്യാസത്തിനകത്ത് ഞാൻ പറയാം. ടെക്നോ സിറ്റിയിൽ ഒരു ബിൽഡിംഗ് പണിയുന്നത് അതോടെ കൂടി ഒരുമിച്ചായിരുന്നു ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നത്. ടെക്നോ സിറ്റിയിൽ ആദ്യം പണിതിട്ട് 2ാമതൂടെ പണിയാണ്. അപ്പോൾ ഇവിടെയുള്ള കമ്പനികൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഡിമാൻഡും ഭയങ്കരമായിട്ട് സ്പേസിൻ്റെ കുറവുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴക്കും ബഹളമാണ്. ആരെങ്കിലും ഇട്ടേച്ച് പോയാൽ അതിനുവേണ്ടി നടക്കുന്ന വഴി ഭയങ്കരമാണ്. നിങ്ങൾക്ക് ഇന്ത്യയിലെ അറിയാൻ പറ്റില്ല, സ്ഥലമില്ല. കമ്പനികൾ തമ്മിൽ എക്സ്പാൻഡ് ചെയ്യാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ പുതിയ GM മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ അപ്പുറത്തെ ആളുകൾ കുത്തിനെ പിടിക്കുക സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവിടെയും പണിയുന്നു അവിടെയും പണിയുന്നു. 2 കൂടെ ഒരുമിച്ച് തുടങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇതാദ്യം തുടങ്ങാനായിട്ട് അവസാനം ഞങ്ങൾ തീരുമാനിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴുള്ള 3 കമ്പനികൾ സ്ഥലത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതും ഒരു വലിയ കാര്യമായിട്ട് ഇപ്പോൾ അവസാനത്ത് അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഗിരീഷ് ബാബുവിൻ്റെ സേവനം അനുസ്മരിക്കാനും കൂടി ഒരു സമയം അദ്ദേഹത്തിനൊരു സെൻഡ് ഓഫ് പോലെ ഒരു ഓപ്പർച്യൂണിറ്റി ആയത്. അദ്ദേഹം ചെയ്ത സേവനങ്ങളെ നമുക്കെല്ലാം അനുസ്മരിക്കാൻ വളരെ സുപ്രകമായിട്ടുള്ള സേവനം അനുഷ്ഠിച്ചാണ്. അതായത് ഇപ്പോൾ ഇതുപോലെ പുതിയൊരു ലൊക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. തൃശ്ശൂർ നാളെ അതിൻ്റെ തറക്കല്ലിടുകയാണ്. നാളെ തറക്കല്ലിടുകയാണ്. മലബാർ IT പാർക്ക് എന്ന് പറഞ്ഞ തൃശ്ശൂർ മലബാർ ഗോൾഡ് വേറെ ഒരു വലിയ ഡെവലപ്മെൻറ്റ് നടക്കുകയാണ്. അതിൻ്റെ CEO ആയിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ അവരെടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അതാണ്ട് ഇവിടെ എല്ലാം കണ്ടവാനും അത് പറഞ്ഞ് പുള്ളിയെ പുറത്താക്കി ഒത്തിരി പറഞ്ഞ് രാജിവെച്ചു. ഇതൊക്കെ പുള്ളി നല്ല ജോലിയിട്ട് ഇപ്പോൾ പോയതാണ് സത്യം. ഇവിടെ കിട്ടുന്നതിൻ്റെ ഇരട്ടി കൂടുതൽ ശമ്പളത്തിലാണെന്നാണ് എൻ്റെ അറിവ്. മലബാർ ഗോൾഡുകാരൻ പറഞ്ഞത് ഇരട്ടി കൂടുതലുള്ള എലും കൂടുതലുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പം അങ്ങനെ നല്ല രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഏതായാലും ഞാൻ IT സെക്ടറിൽ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. നാളെ ഏതായാലും നമ്മൾ കാണും. നാളെ ഇനാഗുറേഷൻ സമയത്ത് ഞാനും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു പട്ടണത്തിൻ്റെ വികസനം കഴിഞ്ഞിട്ട് അടുത്ത പട്ടണം പോയി ഏതായാലും വികസിപ്പിക്കട്ടെ. എല്ലാ ആശംസകളും അദ്ദേഹത്തിന് നേരുന്നു. കുര്യൻ സാർ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ സാറിനെ എനിക്ക് പരിചയപ്പെടുന്നത് ഇൻഫോ പാർക്കിൽ CEO ആയിട്ടായിരിക്കുന്നു. അന്ന് മുതൽ തന്നിട്ടുള്ള ഗൈഡൻസ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ശരിയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ എനിക്കിനി അവസരം കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ പലപ്പോഴും ശാസിച്ചിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ട് വളരെ കഷ്ടപ്പെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനെപ്പോഴും ആലോചിച്ചിട്ടുള്ളത് സ്നേഹം ഉണ്ടെങ്കിലല്ലേ അങ്ങനെ പറയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ സാർ ഗൈഡ് ചെയ്യാതിരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ആ ഒരു അങ്ങേറ്റത്തെ വാംത്ത് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. വഴക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സാറിനെ പറ്റിയുള്ള ഒരു അപ്രീസിയേഷൻ പറയുന്നത്, സാർ എങ്ങനെയാണ് ഇത്രയധികം കാര്യങ്ങളിൽ ഒരേ സമയത്ത് ഇൻവോൾവ് ആണെന്നുള്ളതല്ല. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ പോർട്ട്ഫോളിയോയും കയ്യിലുണ്ട്. അതേ സമയത്ത് ഓരോ പ്രശ്നത്തിൽ വരുമ്പോൾ അതിനകത്തുള്ള ഡീപ്പ് ഇൻവോൾവ്മെന്റ്, അത് എനിക്ക് മാത്രമല്ല രാമനാഥൻ എല്ലാവരും പറയും, അത്രയും ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്തിരുന്നു. നിങ്ങൾ ആ കമ്പ്യൂട്ടേഷൻ ചെയ്തതിനകത്ത് നിങ്ങളെ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയില്ല, അവിടെ ബ്രാക്കറ്റ് ഇല്ല എന്നുള്ള അത്രയും ഡീറ്റെയിലിൽ പോയിട്ടാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. അതായത് തെറ്റുകൾ സംഭവിക്കരുത് എന്നുള്ള അത്രയും ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ തരുന്ന ഒരു ഗൈഡൻസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ, ശക്തമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത് ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്നു. രാംനാഥൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. തീർച്ചയായിട്ടും ഇതേ രീതിയിലും ഇതിലെ നല്ല രീതിയിലും ടെക്നോ പാർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങേറ്റത്തെ പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ
ഞാനിവിടുത്തെ വിടവാങ്ങുന്ന സമയത്ത് എൻ്റെ എല്ലാ കൊളീഗ്സും സാർ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞോട്ടെ, അതെനിക്ക് ഒരുപക്ഷെ അവസരം കിട്ടില്ല, അത് പെട്ടെന്ന് പറഞ്ഞു തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടെക്നോ പാർക്ക് അതിൻ്റെ ഒരുപാട് എന്താ പറയുന്നത് മൂല്യച്യുതി സാറും അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും. പിന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഞങ്ങളുടെ ഈ ഓർഗനൈസേഷൻ, അതായത് ടെക്നോ പാർക്കിനകത്തുള്ള പാർക്സിൻ്റെ ഓർഗനൈസേഷൻ ബിക്കം വൺ ഓഫ് ദ മോസ്റ്റ് വൈബ്രൻറ്റ് ഓർഗനൈസേഷൻ. ആരും ഞാൻ പറയുന്നത് സ്വന്തം കാര്യത്തെ പറ്റി സംസാരിക്കുന്നില്ല, അവരവരുടെ ജോലിയെപ്പറ്റി മാത്രം സംസാരിക്കുന്നു. ഞങ്ങൾ കംപ്ലീറ്റ്ലി ഒരു പേപ്പർലെസ് ഓഫീസായിട്ട് മാറി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഇവിടെ വരുന്ന എല്ലാ സംഗതികളും അതാത് ദിവസം തന്നെ എടുത്തു കഴിഞ്ഞിട്ടൊരു PLO സിസ്റ്റത്തിൽ കൂടിയാണ്. ഞാൻ രാമനോട് പറഞ്ഞു, നാളെ മുതൽ അത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇവർ വർക്ക് വിൽ പൈൽ അപ്പ്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി IT കമ്മ്യൂണിറ്റി ഒരു കാര്യം പറഞ്ഞത്, ഗേറ്റ് വൈഡൻ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി എക്സിറ്റിന് നമ്മളൊരു സോഫ്റ്റ്വെയറും സംഗതികളും നമ്മുടെ ബോർഡാർട്സും അതെല്ലാം ബോർഡിൻ്റെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലൊരു വികസനമാണ് തീർച്ചയായിട്ടും ടെക്നോ പാർക്കിന് ഭാവി ഉള്ളത്. എല്ലാ ആശംസകളും ടെക്നോ പാർക്കിന് നേരുന്നു. എനിക്ക് ഈ 4 വർഷവും 3 മാസവും ഇവിടെ ഈ നല്ലൊരു പദവി തന്നിട്ടുള്ള സർക്കാരിനോടുള്ള നന്ദിയും നിങ്ങളുടെ എല്ലാവരും സഹകരണത്തിലുള്ള നന്ദിയും ഈ സൗകര്യത്തിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ടും ചെറിയ ബിൽഡിങ്ങിന് അങ്ങേയറ്റത്തെ എന്താ പറയുന്നത് എത്രയും പെട്ടെന്ന് അത് ഉണ്ടായി വരട്ടെ എന്നതും കൂടി ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ അവസാനം.